നമസ്കാരം. ഈ വരുന്ന ഒരാഴ്ചക്കാലം 12 രാശിക്കാർക്കും എങ്ങനെയാണ് ഭാഗ്യഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടം രാശി. ചൊവ്വാഴ്ച പകൽ 3 മണി വരെ പ്രതികൂലാവസ്ഥയാണ് മേടം രാശിക്കാർക്ക്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, മനപ്രയാസം, തർക്കങ്ങൾ എന്നിവയൊക്കെ കാണുന്നുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും ഇവരെ മാറ്റി നിർത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. വേണ്ടപ്പെട്ടവർ അകലം പാലിക്കാനുള്ള സാഹചര്യം, ചിലപ്പോൾ കാമുകി കാമുകന്മാർ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാര്യയോ ഭർത്താവോ ഒക്കെ പരസ്പരം അകലം കാണിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കും. ചൊവ്വാഴ്ച പകൽ 3 മണി മുതൽ അനുകൂലമാണ്. കാര്യവിജയം, സൗഹൃദ സമാഗമം, പരീക്ഷാ വിജയം, അംഗീകാരങ്ങൾ എന്നിവയൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കും, തടസ്സങ്ങൾ മാറിക്കിട്ടാം, വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ലഭിക്കും, ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടും, ഉല്ലാസ യാത്രകൾക്ക് സാധ്യത കാണുന്നു, പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും ഈ രാശിക്കാർക്ക് അവസരമുണ്ട്. അടുത്തത് ഇടവം രാശി. ഇടവം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ, ഇടവം രാശിക്കാർക്ക് തിങ്കളാഴ്ച കാര്യതടസ്സം, ചെറിയ ചില സ്വസ്ഥത കുറവ്, മനപ്രയാസം, ശരീര സുഖക്കുറവ്, യാത്രാപരാജയം, പരീക്ഷാപരാജയം, യാത്രാ തടസ്സം എന്നിവയൊക്കെ കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത ചൊവ്വാഴ്ചയും കാണുന്നുണ്ട്. കൂടിക്കാഴ്ചകളിൽ തൃപ്തി കുറയാം. വെള്ളിയാഴ്ച മുതൽ എല്ലാം അനുകൂലമായിട്ട് മാറും. കാര്യവിജയം, അംഗീകാരം, മത്സരവിജയം, സൽക്കാരയോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ഉപയോഗ സാധന ലാഭം എന്നിവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം, തടസ്സങ്ങൾ മാറിക്കിട്ടാം, വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട്, വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാം, സുഖലോലുപ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യത കാണുന്നു. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ആഴ്ചയുടെ തുടക്കം ഞായറാഴ്ച തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നിരിക്കുക. അഭിമാനക്ഷതം സംഭവിച്ചിരിക്കാനുള്ള സാധ്യത കാണുന്നു. മനപ്രയാസം, ഇച്ഛാഭംഗം, നഷ്ടം, കലഹം എന്നിവയൊക്കെ കാണുന്നുണ്ട്. അതേസമയം തിങ്കളാഴ്ച മുതൽ, ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് കാര്യവിജയം, സ്ഥാനലാഭം, ആരോഗ്യം എന്നിവയൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം, പുതിയ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാം, പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം, ആദായം വർദ്ധിക്കാം, മേലധികാരിയിൽ നിന്ന് അനുമോദനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ചൊവ്വാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. കാര്യതടസ്സവും, സ്വസ്ഥത കുറവും, ഉദരവൈഷമ്യവും, പ്രവർത്തനമാന്ദ്യവും, യാത്രാ തടസ്സവും, മനപ്രയാസവും, യാത്രാ പരാജയവും ഒക്കെ കാണുന്നുണ്ട്. തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുമായി പിണങ്ങാനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കും. ആരോഗ്യം, ഉത്സാഹം എന്നിവയൊക്കെ കാണുന്നുണ്ട് ഈ ആഴ്ച. മാത്രവുമല്ല, നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കാര്യപരാജയം കൂടി, ചൊവ്വാഴ്ചയ്ക്ക് ശേഷം കാര്യപരാജയം, കലഹം, ശത്രുശല്യം, മനപ്രയാസം, അഭിമാനക്ഷതം, ബിസിനസ്സിൽ നഷ്ടം എന്നിവയൊക്കെ കാണുന്നു. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച പകൽ 3 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അനുകൂലമായിട്ട് വരാം. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകും, പരീക്ഷാ വിജയം, ഉത്സാഹം എന്നിവയൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാം. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യാത്രകളിൽ ഒന്നുചേരാനും ഒക്കെ സാധ്യത കാണുന്നു. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം. വെള്ളിയാഴ്ച മുതൽ കാര്യങ്ങൾ കുറച്ച് പ്രതികൂലമാണ്. കാര്യതടസ്സം, ദ്രവ്യനാശം, യാത്രാപരാജയം, മനപ്രയാസം, ഇച്ഛാഭംഗം, ഉപയോഗ സാധന നഷ്ടം, സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം എന്നിവയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ചിങ്ങം രാശിയാണ് അടുത്തത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായി മാറാനുള്ള സാധ്യത ഈ ആഴ്ചയുണ്ട്. കാര്യവിജയമുണ്ട്, അംഗീകാരങ്ങൾ ലഭിക്കും, ഭക്ഷണ സമൃദ്ധി ഉണ്ട്, ഉത്സാഹമൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം, പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം ആഴ്ചയുടെ തുടക്കത്തിൽ. ചൊവ്വാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. കാര്യപരാജയം, പരീക്ഷാപരാജയം, മനപ്രയാസം, ഇച്ഛാഭംഗം, ശത്രുശല്യം,
ധനനഷ്ടം എന്നിവ കാണുന്നുണ്ട്. പ്രതികൂലമായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ ലഭിക്കാം. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടാം. വേണ്ടപ്പെട്ടവർ അകലാം. വായ്പാ ശ്രമങ്ങൾ തടസ്സപ്പെടാം. വെള്ളിയാഴ്ച മുതൽ ഇതൊക്കെ അനുകൂലമായിട്ട് മാറുന്നു. കാര്യവിജയം, സ്ഥാനലാഭം, ഉപയോഗ സാധന ലാഭം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, സമ്മാന ലാഭം, സുഹൃത്ത് സമാഗമം എന്നിവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം. സുഖലോലുപ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ തുടക്കത്തിൽ കാര്യവിജയം, യാത്രാവിജയം, ധനയോഗം എന്നിവയൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം. വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാം. അതുപോലെ തന്നെ ആഴ്ച പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, അലച്ചിൽ, യാത്രാ തടസ്സം, ശരീരസുഖക്കുറവ്, പാഴ്ചെലവ്, ബിസിനസ്സിൽ നഷ്ടം എന്നിവയൊക്കെ കാണുന്നുണ്ട്. സഹപ്രവർത്തകരുമായിട്ട് കലഹിക്കാനുള്ള സാധ്യത കാണുന്നു. ചൊവ്വാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ട്. എങ്കിലും വീണ്ടും ചില കാര്യപരാജയങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. പിന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുന്ന ആളുകൾക്ക് പരീക്ഷാ വിജയമുണ്ട്. ഇഷ്ടഭക്ഷണ സമൃദ്ധിയുണ്ട്. ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. ചില ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം നോക്കുന്ന ആളുകൾക്ക് അതിന് അവസരമുണ്ട്. യാത്രകൾ വിജയിക്കാം. നല്ല സന്ദേശങ്ങൾ ലഭിക്കാം. വെള്ളിയാഴ്ച മുതൽ പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയാണ്. കാര്യപരാജയം, അഭിമാനക്ഷതം, മനപ്രയാസം, ഇച്ഛാഭംഗം, കലഹം, ദ്രവ്യനാശം എന്നിവ കാണുന്നുണ്ട്. തുലാം രാശി ചൊവ്വാഴ്ച പകൽ 3 മണി വരെ അനുകൂലമാണ് തുലാം രാശിക്കാർക്ക്. കാര്യവിജയം, ബന്ധു സമാഗമം, അവിചാരിത ധനയോഗം, സുഹൃത്ത് സമാഗമം, സൽക്കാരയോഗം എന്നിവ കാണുന്നു. വായ്പാ ശ്രമങ്ങൾ വിജയിക്കാം. കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാം. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. ചർച്ചകൾ വിജയിക്കാം. ചൊവ്വാഴ്ച പകൽ 3 മണി പ്രതികൂലമാണ് കാര്യങ്ങൾ. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, നഷ്ടം, ചെലവ്, മനപ്രയാസം, പരീക്ഷാ പരാജയം ഇവ കാണുന്നു. കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാം. വെള്ളിയാഴ്ച മുതൽ കാര്യങ്ങൾ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ വിജയിക്കാം. തടസ്സങ്ങൾ മാറിക്കിട്ടാം. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം. വിവാഹ ശ്രമങ്ങൾ വിജയിക്കാം. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ആഴ്ചയുടെ തുടക്കം പ്രതികൂലമാണ്. കാര്യപരാജയം, ശരീര സുഖക്കുറവ്, യാത്രാപരാജയം ഇവ കാണുന്നുണ്ട്. അതേസമയം ചൊവ്വാഴ്ചയൊക്കെ ആകുന്നതോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുന്നു. കാര്യവിജയം ഉണ്ടാകുന്നു. മത്സര വിജയം ഉണ്ടാകുന്നു. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത, ബന്ധു സമാഗമം എന്നിവ കാണുന്നുണ്ട്. നല്ല സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങളൊക്കെ വിജയിക്കാം. വെള്ളിയാഴ്ച മുതൽ വീണ്ടും പ്രതികൂലാവസ്ഥയിലേക്ക് പോവുകയാണ്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, അലച്ചിൽ, ധനതടസ്സം, ചെലവ്, മനപ്രയാസം ഇവ കാണുന്നു. വായ്പാ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടാം. വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച അനാവശ്യ ചിന്തകളും മനപ്രയാസവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യങ്ങളുള്ള കാലമാണ് ഇവർക്ക്. ഔദ്യോഗിക യാത്രകൾ ആവശ്യമായിട്ട് വരും. വരവിലും അധിക ചെലവുകൾ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു. പുതിയ സംരംഭങ്ങൾക്ക് ഇത് അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. ഉന്നത വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ അനാവശ്യ ചിന്തകളും മറ്റും കാരണം നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ചൊവ്വാഴ്ച ശേഷം കാര്യങ്ങൾ കുറെ ഭേദപ്പെടും. മറ്റു ചില കാര്യങ്ങളുമായി നിങ്ങൾ തിരക്കിലാവുകയും ചില യാത്രകളുടെ ആവശ്യാനുസരണം നിങ്ങൾ കുറച്ച് ധൃതിപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നത് കാണുന്നു. ധനുരാശിക്കാരെ സംബന്ധിച്ച ആഴ്ചയുടെ തുടക്കത്തിൽ പ്രതികൂലമാണ്. കാര്യപരാജയം, അപകട ഭീതി ഉണ്ടാകാം. ശരീരക്ഷതമേൽക്കാനുള്ള സാധ്യത കാണുന്നു. മനപ്രയാസം കാണുന്നു. വാക്കുകൾ വളരെ സൂക്ഷിക്കുക. ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുക. ഞായറാഴ്ച പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. തിങ്കളാഴ്ചയാകട്ടെ നിങ്ങൾക്ക് കുറച്ച് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഉദരവൈഷമ്യം ഒക്കെ ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. ചൊവ്വാഴ്ചയിലേക്ക് പോകുമ്പോൾ ചൊവ്വാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ കാര്യങ്ങൾ അനുകൂലമാണ്. കാര്യവിജയം, തൊഴിൽ ലാഭം, സ്ഥാനക്കയറ്റം, അനുകൂല സ്ഥലം മാറ്റ യോഗം കാണുന്നുണ്ട്. പരീക്ഷാ വിജയം, സൽക്കാര യോഗം ഇവ കാണുന്നു.
ആഗ്രഹങ്ങൾ നടക്കാം, പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാം, സുഖലോലുപ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാം, വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ അനുകൂലമാണ്. കാര്യവിജയം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം, വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാം, യാത്രകൾ വിജയിക്കാം. അതേസമയം ആഴ്ചയ്ക്ക് പകുതിയിലേക്ക് എത്തുമ്പോൾ ചില പ്രതികൂലാവസ്ഥകൾ, കാര്യപരാജയം, ശത്രുശല്യം, അപകടഭീതി, ശരീരക്ഷതം, മനപ്രയാസം, യാത്രാ തടസ്സം ഇവ കാണുന്നു. ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കുക, വേണ്ടപ്പെട്ടവർ അകലാം, സുഹൃത്തുക്കൾ തമ്മിൽ ശണ്ടയുണ്ടാകാം, ധന ഇടപാടുകൾ സൂക്ഷിക്കണം. അതേസമയം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ. എന്തായാലും ഉദരവൈഷമ്യമൊക്കെ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവർ അകലാം, വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാം. വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യങ്ങൾ ഒക്കെ കുറച്ച് കാര്യ വിജയമുണ്ട്, സൽക്കാര യോഗമുണ്ട്, ഭക്ഷണ സമൃദ്ധിയുണ്ട്, സ്ഥാനക്കയറ്റമുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഉല്ലാസ യാത്രകൾക്ക് സാധ്യത, ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാം, തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം, കൂടിക്കാഴ്ചകൾ വിജയിക്കാം. അടുത്തത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച പകൽ 3 മണി വരെ അനുകൂലമാണ് നിങ്ങൾക്ക്. കാര്യവിജയം, അംഗീകാരം, സുഹൃത്ത് സമാഗമം, ബിസിനസ്സിൽ ആദായം ലഭിക്കുന്നു, ആഗ്രഹങ്ങൾ നടക്കാം, ചർച്ചകൾ വിജയിക്കാം, തടസ്സങ്ങൾ മാറിക്കിട്ടാം, വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം, പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം, പുതിയ സാധ്യതകളൊക്കെ തുറന്നു കിട്ടാം. സഹപ്രവർത്തകർ മൂലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു. ചൊവ്വാഴ്ച പകൽ 3 മണി കഴിഞ്ഞാൽ പ്രതികൂലമാണ് കാര്യങ്ങൾ. കാര്യപരാജയം, ശരീരക്ഷതം, പരീക്ഷാപരാജയം, മനപ്രയാസം, ഇച്ഛാഭംഗം, അപകടഭീതി, ദ്രവ്യനാശം എന്നിവ കാണുന്നു. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടാം. വേണ്ടപ്പെട്ടവരുമായി ശണ്ട കൂടാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ ആദ്യ പ്രതികൂലമാണ്. കാര്യപരാജയം, യാത്രാതടസ്സം, ഉദരവൈഷമ്യം, ശരീര സുഖക്കുറവ് എന്നിവ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യത കാണുന്നു. അതേസമയം ചില കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനും സാധ്യത കാണുന്നുണ്ട്. എന്തായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ കാര്യങ്ങൾ കുറച്ച് അനുകൂലമാണ്. കാര്യവിജയം, പരീക്ഷാ വിജയം, സുഹൃത്ത് സമാഗമം, മത്സര വിജയം, ശത്രുക്ഷയം എന്നിവ കാണുന്നു. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നു, തടസ്സങ്ങൾ മാറിക്കിട്ടാം, വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാം, പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാം, കൂടിക്കാഴ്ചകൾ വിജയിക്കാം, പുതിയ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാം, ചർച്ചകൾ വിജയിക്കാം, തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം. വെള്ളിയാഴ്ച മുതൽ പ്രതികൂലാവസ്ഥയാണ്. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, മനപ്രയാസം, പരീക്ഷാ പരാജയം, സാധന നഷ്ടം, യാത്രാപരാജയം, ദ്രവ്യനാശം എന്നിവ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാം, വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യം കൂടി ഈ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നു.